അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മ ബഅദു. അയ്യുഹന്നാസ് തഖുല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒന്ന്, അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ വിട്ടുപോകാതെ പൂർണ്ണമായിട്ടും പ്രവർത്തികമാക്കുക. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഐച്ഛികമായി നിങ്ങൾക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ, ആ പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. വിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തും അതേപോലെ അത്താഴ സമയത്തും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പ്രവാചക ചര്യകളാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അത്താഴം കഴിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഇസ്ലാമിൽ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ അത്താഴം കഴിക്കണം, തീർച്ചയായിട്ടും അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്നാണ്. അത്താഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, അത്താഴം വളരെ നേരത്തെ കഴിക്കരുത്, വളരെ വൈകി മാത്രം കഴിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ തസാലു ഉമ്മത്തി ബി ഖൈരിൻ മഅജ്ജലു അൽ ഇഫ്താറ വഅഖറു അസ്സുഹൂറ. നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുകയും അത്താഴം കഴിക്കുന്നതിൽ വൈകിപ്പിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ജനങ്ങൾ നന്മയിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സുബഹി ബാങ്ക് വിളിക്കാൻ എത്ര സമയമുണ്ടാവാറുണ്ട്? അവർ പറഞ്ഞ മറുപടി 50 ആയത്ത് ഓതുന്ന സമയം എന്നതാണ്. രണ്ടാമത്തേത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏറ്റവും നല്ല അത്താഴം കാരക്കയാണ്. നിഅ്മസ് സുഹൂർ അത്തംർ. നമ്മുടെ അത്താഴത്തിൽ കാരക്ക ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തേത്, അത്താഴത്തിൻ്റെ അളവാണ്. പല ആളുകളും വിചാരിച്ചത് അത്താഴം വളരെ വയറു നിറച്ച് പിന്നെയും കുറച്ച് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ പകൽ സമയത്ത് വിശപ്പും ക്ഷീണവും ഉണ്ടായേക്കുമെന്നാണ്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും പറഞ്ഞത്, നിങ്ങളുടെ വയറിൻ്റെ 1/3 ഭക്ഷണത്തിനും 1/3 വെള്ളത്തിനും 1/3 വായുവിനുമായി നീക്കി വെക്കണം എന്നാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ നിയന്ത്രണം പാലിക്കുക. നാലാമത്തേത്, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുകയും അത് വലതു കൈകൊണ്ട് ആയിരിക്കുകയും ചെയ്യുക. അഞ്ചാമത്തേത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ മറക്കാതിരിക്കുക. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദ തആം വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. പ്രാർത്ഥിക്കാൻ മറക്കാതിരിക്കുക. അവസാനമായി, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാതെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ: ഒന്ന്, നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള പ്രാർത്ഥന നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തരം കിട്ടുന്ന സ്വീകാര്യമായ പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, നേരത്തെ പറഞ്ഞതുപോലെ വലതു കൈകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഭക്ഷണം ആരംഭിക്കുക. പലപ്പോഴും നോമ്പിൻ്റെ ആ തിരക്ക് പിടിച്ച സമയത്ത് ഈ കാര്യങ്ങൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. വലതു കൈകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുക, കർമ്മം ആരംഭിക്കുക. മൂന്നാമത്തേത്, നോമ്പ് തുറക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും നല്ലത് റുതബ് ആണ് എന്നാണ്. റുതബ് എന്നാൽ ഫ്രഷായ വളരെ പഴുത്ത നല്ല കാരക്കാണ് റുതബ് എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുതബ് കൊണ്ടായിരുന്നു നോമ്പ് തുറന്നിരുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ അടുത്തത് തംറാണ്. തംറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന ഉണങ്ങിയ കാരക്കയാണ്. തംറും കിട്ടിയില്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കൊണ്ട് തൻ്റെ നോമ്പ് അവസാനിപ്പിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. പലപ്പോഴും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പല ജാതി പാനീയങ്ങളും പല ജാതി ഭക്ഷണ സാധനങ്ങളും ഉള്ള സമയത്ത് ചില ആളുകളെങ്കിലും ഈ ഒരു മുൻഗണനാക്രമം മറന്നുകൊണ്ട് മറ്റെന്തെങ്കിലും കൊണ്ട് നോമ്പ് തുറക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രവാചകൻ്റെ ഒരു സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാലാമതായി, വെള്ളം കുടിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഏറ്റവും ചുരുങ്ങിയത് 3 ഇറക്കായിട്ടാണ് പ്രവാചകൻ ആ വെള്ളം കുടിക്കാറ്. പലപ്പോഴും ദാഹമുള്ള സമയത്ത് നമ്മൾ ആവേശത്തോടു കൂടി ഗ്ലാസ്സിലെ വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഒഴിവാക്കി ഏറ്റവും ചുരുങ്ങിയത് 3 ഇറക്കായിട്ടെങ്കിലും ആ വെള്ളം കുടിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. 4-മത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാങ്ക് കൊടുക്കുന്ന സമയം ആ ബാങ്കിന് മറുപടി നൽകുക എന്നത് ഏറ്റവും പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് വിളി കേൾക്കുന്നയാൾ, ബാങ്ക് കൊടുക്കുന്നയാൾ പറയുന്നത് പോലെ പറയണമെന്നും, ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണമെന്നും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് പുണ്യമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന ഇബ്രാഹിമി സ്വലാത്ത് പൂർണ്ണമായിട്ട് ചൊല്ലാം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നെങ്കിലും ചൊല്ലാൻ മറക്കരുത്. അതിനുശേഷം പ്രവാചകന് വേണ്ടി, വസീലത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ ഉന്നതമായ പദവിക്ക് വേണ്ടി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ തുടങ്ങിയ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മറക്കരുത്. അടുത്തതായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദ തആം വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന പ്രാർത്ഥന നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മറക്കരുത്. അതിനു മുമ്പായി നോമ്പ് തുറന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുണ്ട്. ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖ് വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. മറ്റാരെങ്കിലും നമ്മെ നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഇസ്ലാമിൽ പുണ്യമാണ്. അഫ്തറ ഇൻദകുമുസ് സ്വായിമൂൻ വാക്കല തആമുക്കുമുൽ അബ്റാർ വസല്ലത്ത് അലൈക്കുമുൽ മലായിക. അതുപോലെ അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. അതുപോലെ തന്നെ അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും എന്നീ പ്രാർത്ഥനകളൊക്കെ നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പുണ്യകർമ്മമാണ്. അവസാനമായി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ മഗ്രിബ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. പുരുഷന്മാർ പ്രത്യേകിച്ചും പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിലെ സ്ത്രീകളും കുട്ടികളും വീടുകളിൽ ജമാഅത്തായി തന്നെ മഗ്രിബ് അതിൻ്റെ സമയം തെറ്റാതെ നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.